Hi all, welcome to the lecture of Management for Engineers. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ് ബേസ്ഡ് ഓൺ പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസും ഇക്വേഷൻസും പറഞ്ഞിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രോബ്ലംസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹിയർ ഈസ് അവർ ഫസ്റ്റ് പ്രോബ്ലം. The following information regarding the output produced and inputs consumed for a particular time period for a particular company is given below. Output is rupees 10,000, human input rupees 3,000, material input is rupees 2,000, capital input is rupees 3,000, energy input is rupees 1,000 and other miscellaneous inputs is rupees 500. The values are in terms of base year rupee value. Compute various productivity indices. സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് ഓരോ ഇൻപുട്സിനെയും അതിന് കൺസ്യൂം ആയിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ എത്രയാണ് പൈസ അതുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വേരിയസ് പ്രൊഡക്ടിവിറ്റി ഇൻഡിസസ് കാണാനാണ്. പ്രൊഡക്ടിവിറ്റി ഇൻഡിസസ് കാണാം. അതായത് സിംഗിൾ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ഓഫ് ഈച്ച് വൺ ഈസ് ടു ബി ഫൗണ്ട്. പിന്നെ അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കാണണം, ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമ്മൾ 4 ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഒന്ന് ഏതായിരുന്നു, സിംഗിൾ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി. പിന്നെ മൾട്ടി ഫാക്ടർ എന്ന് പറയുമ്പോൾ അത് നമ്മളിവിടെ കണ്ട കാരണം ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ഓരോന്നിൻ്റെയും പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി നമ്മൾ കാണുന്നു, പിന്നെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കാണുന്നു, പിന്നെ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ഐഡിയ വേണം എന്താണ് ഓരോന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ചിട്ട് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട്. അത് എത്രയാണ്, 10,000 ആണ്. പിന്നെ ഓരോ ഇൻപുട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, ഓരോ പ്രൊഡക്ടിവിറ്റി ഇൻഡിസസ് വരും. സോ ഫസ്റ്റ് വൺ ഹ്യൂമൻ ഇൻപുട്ട് നോക്കാം. ഹ്യൂമൻ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ് വരുന്നത്, ലേബർ പ്രൊഡക്ടിവിറ്റിയാണ്. ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി, ലേബേഴ്സ് പണിയെടുക്കുന്ന ടൈമാണല്ലോ ഈ ഹ്യൂമൻ ഇൻപുട്ടിലായിട്ട് വരുന്നത്. ലേബർ പ്രൊഡക്ടിവിറ്റി അവർക്ക് എത്ര പൈസ കൊടുക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ട്. സോ ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലേബർ ഇൻപുട്ട്, ലേബറിൻ്റെ ഇൻപുട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, പൈസയിലാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അഥവാ ഇത് പൈസയിലും 1 ഹവറിലൊക്കെ ആണെങ്കിൽ നമ്മളത് ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം. സോ ഇവിടെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 10,000 റുപ്പീസാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു. ലേബറിൻ്റെ ഇൻപുട്ട് എത്രയാണ്, ഹ്യൂമൻ ഇൻപുട്ട് ചാർജ് എത്രയാണ്, 3,000. So that divided by 3,000. അപ്പോൾ 1,000 divided by 3,000 you will get that is equal to 3.33. ഇതാണ് ലേബർ പ്രൊഡക്ടിവിറ്റി. ക്ലിയർ? അപ്പോൾ ലേബർ പ്രൊഡക്ടിവിറ്റി. ഇനി ഏതാ, മെറ്റീരിയൽ ഇൻപുട്ടാണ്. സോ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോഴും എന്തായിരിക്കും, ഞാൻ എല്ലാത്തിൻ്റെ ഇക്വേഷൻ നീട്ടി വലിച്ചെഴുതുന്നില്ല. ഔട്ട്പുട്ട് ബൈ മെറ്റീരിയൽ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 10,000 ആണ്, മെറ്റീരിയലിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 2,000 റുപ്പീസാണ്. സോ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ടു ബി ഈക്വൽ ടു 5. മൈ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഈസ് 5. ഇനി എന്താ, ഹ്യൂമൻ്റെ കണ്ടു, മെറ്റീരിയൽ കണ്ടു. ഇനി നമുക്ക് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വിച്ച് ഈസ് 10,000 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഇൻപുട്ട് എത്രയാണ്, 3,000. സോ 3,000 എന്ന് പറഞ്ഞാൽ അഗൈൻ ഇറ്റ് ഈസ് 3.33. ഇനി നമുക്ക് ക്യാപിറ്റൽ കഴിഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഏതാ, എനർജിയാണ്. അപ്പോൾ എനർജീൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. എനർജിയുടെ ഇൻപുട്ട് എത്രയാണ്, 1000. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10. സോ എല്ലാ സിംഗിൾ ഫാക്ടർ പ്രൊഡക്ടിവിറ്റീൻ്റെയും എന്ത് ചെയ്തു നമ്മൾ കണ്ടു. വേണമെങ്കിൽ അതർ മിസലേനിയസ് ഇൻപുട്ടിൻ്റെയും പ്രൊഡക്ടിവിറ്റി കാണാം. അതർ മിസലേനിയസ് ഇൻപുട്ടിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കും, ഇറ്റ് വിൽ ബി 500. ഔട്ട്പുട്ടാണ്, സോറി, ദാറ്റ് വിൽ ബി 10,000 ഡിവൈഡഡ് ബൈ 500. സോ ഇറ്റ് വിൽ ബിക്കം 20. അതർ മിസലേനിയസ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ സിംഗിൾ ഫാക്ടർ പ്രൊഡക്ടിവിറ്റീസ് എന്ത് ചെയ്തു, നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ഏതാ ബാക്കി എന്ന് വെച്ചാൽ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി.
ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻപുട്ടാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് കണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഔട്ട്പുട്ട് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 rupees. ടോട്ടൽ ഇൻപുട്ട് എന്താ? ഇൻപുട്ട് മൊത്തം എന്ന് പറഞ്ഞാൽ ഈ തന്നതൊക്കെ ഇൻപുട്ടാണ്, അത് മൊത്തം നമ്മൾ ആഡ് ചെയ്യണം. സോ ടോട്ടൽ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഹ്യൂമൻ്റെ എമൗണ്ട് വന്നിട്ടുള്ളത് 3,000 ആണ്. പിന്നെ മെറ്റീരിയലിൻ്റെ ഇൻപുട്ട് വന്നത് 2,000 ആണ്. ക്യാപിറ്റലിൻ്റെ ഇൻപുട്ടായിട്ട് വന്നിട്ടുള്ളത് അഗെയിൻ ഇറ്റ് വാസ് 3,000. എനർജിയുടെ ഇൻപുട്ടായിട്ട് 1,000 ആൻഡ് അതർ മിസ്സെലേനിയസ് ഈസ് 500. ഇതിനെ മൊത്തം എന്ത് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ യു ക്യാൻ സീ ദാറ്റ് ദ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ദ വാല്യൂ ഈസ് അറൗണ്ട് 1.053 എന്ന വാല്യൂ ആണ് നമുക്ക് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കിട്ടുക. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഓർമ്മ വേണം. അതുപോലെ ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റിയുടെയും ഇക്വേഷൻസ് എഴുതുക, എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? വാല്യൂ എഴുതാൻ. അപ്പോൾ എനിക്ക് ടോട്ടൽ പ്രൊഡക്ടിവിറ്റിയും കിട്ടി. ഇനി ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ള, അത് ഇൻഡിസസിൽ വരുന്നതാണ് ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി. ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? നെറ്റ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആയിരുന്നു. ഇൻപുട്ടിൽ എന്തൊക്കെയായിരുന്നു? ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഈ ഇക്വേഷൻ ഓർമ്മ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. ലേബർ ആൻഡ് ക്യാപിറ്റലിൻ്റെ ഇൻപുട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യൂ ഫോർ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി. ഇത് നെറ്റ് ഔട്ട്പുട്ടാണ്, അതായത് ടോട്ടൽ ഔട്ട്പുട്ടും അല്ല. നെറ്റ് ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുക? നമുക്ക് നെറ്റ് ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുക? ടോട്ടൽ ഔട്ട്പുട്ട് എന്താണോ അതിൽ നിന്ന് മറ്റുള്ള മെറ്റീരിയൽസ് ആൻഡ് സർവീസസ് എന്തൊക്കെയാണോ അത് പർച്ചേസ് ചെയ്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്ന് കുറക്കണം. ഡിവൈഡഡ് ബൈ ലേബർ പ്ലസ് ക്യാപിറ്റലിൻ്റെ ഇൻപുട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ടോട്ടൽ ഔട്ട്പുട്ട് എത്രയാണ്? 10,000 ആണ്. പിന്നെ നമ്മൾ മേടിക്കുന്ന മെറ്റീരിയൽസും സർവീസാണ് ബാക്കിയുള്ളതെല്ലാം, എക്സെപ്റ്റ് ഹ്യൂമൻ്റെ ഇൻപുട്ട്. അത് പറഞ്ഞിരുന്നു, ആൾക്കാർക്ക് കൊടുക്കേണ്ട വേജ് നമ്മൾ എന്ത് ചെയ്യില്ല? എക്സ്റ്റേണൽ ആയിട്ടുള്ള കണ്ടീഷനായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. സോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക എന്തൊക്കെയാണ്? നമ്മൾ നമ്മുടെ മെറ്റീരിയൽ ഇൻപുട്ടായിട്ടുള്ള 2,000, അത് നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മെറ്റീരിയലിൻ്റെ ഇൻപുട്ടായിട്ടുള്ള ഈ 2,000 എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനർജിയുടെ ഇൻപുട്ട്, ക്യാപിറ്റൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ ഇറക്കുന്ന പൈസയാണ്. അപ്പോൾ അത് അതിൽ വരില്ല, അത് ഇനീഷ്യലി ഇറക്കുന്ന പൈസയാണ്. സോ അത് നമ്മളതിൽ നോക്കുന്നില്ല. പിന്നെ നമുക്ക് എനർജി ഇൻപുട്ട്, ഇടയിൽ നമുക്ക് എനർജീസ് ഇൻപുട്ടായിട്ട് കൊടുക്കണം. പിന്നെ അതർ മിസ്സെലേനിയസ് ആയിട്ട് വരും. അതർ മിസ്സെലേനിയസ് ഇൻപുട്ടുകളും എന്ത് ചെയ്യുന്നു വരുന്നുണ്ട്. സോ എന്തൊക്കെയാണ് നമുക്ക് കുറക്കേണ്ടി വരിക? നമുക്ക് മെറ്റീരിയൽ ഇൻപുട്ടായ 2,000 കുറക്കണം. പിന്നെ എനർജി ഇൻപുട്ടായിട്ടുള്ള 1,000 അതിൽ കുറക്കാണ്ട്. പിന്നെ അതുപോലെ 500 അതർ മിസ്സെലേനിയസ് എന്ന് പറഞ്ഞിട്ട് 500 കുറക്കാനുണ്ട്. ഡിവൈഡഡ് ബൈ ലേബറിൻ്റെ ഇൻപുട്ട് എത്രയാണ്? ലേബറിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 3,000 ആണ്. പിന്നെ ക്യാപിറ്റലിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 3,000 ആണ്. സോ 3,000 പ്ലസ് 3,000 ദാറ്റ് ഈസ് 6,000 അല്ലേ? സോ ഐ വിൽ ഗെറ്റ് 10,000 മൈനസ് 3,500 ദാറ്റ് വിൽ ബി 6,500 ഡിവൈഡഡ് ബൈ 6,000 ആൻഡ് മൈ ഫൈനൽ ആൻസർ ഇറ്റ് വിൽ ബി 1.08. So you can see my total factor productivity is 1.08, whereas my total productivity is 1.053. So എല്ലാവിധ ഇൻഡിസസും നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചു. So that's all with this question. Now we will go on to the next problem. At Modern Lumber Company, Kishore, the president and a producer of an apple crates sold to growers, has been able with his current equipment to produce 240 crates per 100 logs. He currently purchases 100 logs per day and each log requires 3 labor hours to process. He believes that he can hire a professional buyer who can buy a better quality log at the same cost. If this is the case, he can increase his production to 260 crates per 100 logs. His labor hours will increase by 8 hours per day. What will be the impact on productivity measured in crates per labor hour if the buyer is hired? What is the growth in productivity in this case? See, second problem, ഈ സിമിലർ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു കമ്പനിയിൽ, ഒരു മോഡേൺ ലംബർ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ
കിഷോർ എന്ന ഒരാളാണ് പ്രസിഡന്റ് ആൻഡ് ഹി ആൻഡ് എ പ്രൊഡ്യൂസർ ഓഫ് ആപ്പിൾ ക്രേറ്റ്. ആപ്പിൾ ക്രേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, ആപ്പിൾ ക്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൾ ബോക്സ്, ആപ്പിൾ ഷിപ്പിലോ അല്ലെങ്കിൽ ആപ്പിൾ ബോക്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ നോർമൽ വുഡൻ ബോക്സ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വുഡ് കൊണ്ടുള്ള ഒരു ബോക്സിനാണ് നമ്മൾ ആപ്പിൾ ക്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിഷോർ എന്ന് പറയുന്ന ആള് കമ്പനിയിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ 240 ക്രേറ്റ്സ് അഥവാ ബോക്സസ് ഉണ്ടാക്കുന്നുണ്ട്. എത്ര വുഡൻ പീസസ് ഉപയോഗിച്ചിട്ടാണ്? 100 വുഡൻ പീസ്. ലോഗ്സ് എന്ന് പറഞ്ഞാൽ മരത്തടികൾ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 240 ക്രേറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട് യൂസിങ് 100 ലോഗ്സ്. ഓക്കെ, അതിൽ ഒരു ലോഗ്, ഒരു മരത്തടി അത് പ്രോസസ്സ് ചെയ്യാൻ, അതായത് ക്രേറ്റ് ബോക്സ് ആക്കി ഉണ്ടാക്കാൻ 3 ലേബർ ഹവേഴ്സ് എടുക്കുന്നുണ്ട്. 3 ലേബർ ഹവേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ, ഇതാണ് കണ്ടീഷൻ 1. എന്നിട്ട് അവർ പറഞ്ഞു രണ്ടാമത്തെ കണ്ടീഷൻ, അവർ ഒരാളെ ഹയർ ചെയ്യാണ്, ഒരു പ്രൊഫഷണൽ ആളിനെ ഹയർ ചെയ്യാണ്. അയാളുടെ അടുത്ത് ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള ലോഗ്സ് ഉണ്ട്. സോ ദാറ്റ് നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മെഷീനിങ് ഒക്കെ പ്രോസസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാം. സോ ദാറ്റ് 240 ബോക്സസ് ഉണ്ടാക്കുന്നതിന് പകരം 260 ബോക്സ് ഉണ്ടാക്കാം. ബോക്സ് എന്നോ അല്ലെങ്കിൽ ക്രേറ്റ് എന്നോ യൂസിങ് എത്ര ലോഗ് തന്നെ 100 ലോഗ്സ് ഉപയോഗിച്ചിട്ട് തന്നെ അയാൾക്ക് 260 ബോക്സസ് ഉണ്ടാക്കാൻ ആ ഒരു ലോഗ് കൊണ്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എത്ര ലേബർ ഹവേഴ്സ് ആണോ എടുക്കുന്നത് ഈ 240 ഉണ്ടാക്കാൻ, അപ്പോൾ അതേ ലോഗ്സ് വെച്ചിട്ട് 260 ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു 8 ലേബർ ഹവർ അയാൾ എക്സ്ട്രാ യൂസ് ചെയ്യും. ഒരു 8 ഹവർ എന്ത് ചെയ്യുന്നുണ്ട്? 8 ലേബർ ഹവേഴ്സ് അയാൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരാളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ പ്രൊഡക്ടിവിറ്റിയുടെ അവസ്ഥ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നെ രണ്ടാമത്തത്, അങ്ങനെ ഇയാളെ മേടിക്കുന്നത് വഴി മുമ്പത്തേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അത് പ്രൊഡക്ടിവിറ്റി കൂടിയേക്കാണോ കുറഞ്ഞേക്കാണോ? കൂടിയേക്കാണെങ്കിൽ എത്ര ശതമാനം കൂടി, കുറഞ്ഞേക്കാണെങ്കിൽ എത്ര ശതമാനം കുറഞ്ഞു എന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ആപ്പിൾ ക്രേറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താ സംഭവം എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു ബോക്സിനെ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിൽ നോക്കാം. ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്നത് 240 ബോക്സസ് ഉണ്ടാക്കുന്നു എന്നതാണ് അല്ലേ. സോ ഫസ്റ്റ് കേസിലെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാന്ന് പറഞ്ഞു. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 240 ക്രേറ്റ്സ് ഉണ്ടാക്കുന്നു അഥവാ ബോക്സ് ഉണ്ടാക്കുന്നു അല്ലേ. അതിൽ ഇൻപുട്ട് എന്താണ്? 100 ലോഗാണ്. 100 ലോഗ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കേണ്ടത് യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്, ക്രേറ്റ്സ് പെർ ലേബർ ഹവർ. ഇതിൽ വേണം കിട്ടാൻ, അതായത് എത്ര ബോക്സ് എത്ര ലേബർ ഹവേഴ്സിൽ വേണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ലേബർ ഹവേഴ്സിൽ വേണം. ക്രേറ്റ്സ് കിട്ടി ഇവിടെ പെർ ലേബർ ഹവേഴ്സാണ്. അപ്പോൾ എത്ര ലോഗ് ഉപയോഗിക്കണം? 100 ലോഗാണ്. പെർ ലോഗ് മതിയായിരുന്നെങ്കിൽ 240 ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. പക്ഷേ നമുക്കിവിടെ ലേബർ ഹവറാണ് വേണ്ടത്. അപ്പോൾ 100 ലോഗ്സുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അത് ഉണ്ടാക്കുന്നത്. ഒരു ലോഗിൽ വർക്ക് ചെയ്യാൻ എത്ര നേരം എടുക്കുന്നുണ്ട്? 3 hours ഹീസ് ടേക്കിംഗ്. 3 hours പെർ ലോഗ്. 100 ലോഗ്സ് ആണ് ഇൻറ്റു 3 hours പെർ ലോഗ്. അപ്പോഴാണ് ടോട്ടൽ ഹവർ കിട്ടുക. ഈ ലോഗും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഹവറിൻ്റെ ടേംസിൽ, ലേബർ ഹവേഴ്സിൻ്റെ ടേംസിൽ നമുക്ക് കിട്ടും. 3 ഹവറാണ് ഒരു ലോഗുമേ. അങ്ങനെ എത്ര ലോഗുണ്ട്? മൊത്തം 100 ലോഗുണ്ട്. ക്ലിയർ ആണല്ലോ. സോ ഐ വിൽ ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 240 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 100 ഈസ് 300. ഇത്രയും എന്താ യൂണിറ്റ്? ക്രേറ്റ്സ് പെർ ലേബർ ഹവേഴ്സ്. ലോഗും ക്യാൻസലായി. ദാറ്റ് മച്ച് ക്രേറ്റ്സ് പെർ ലേബർ ഹവേഴ്സ്. സോ 240 ബൈ 300 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ വാല്യൂ ഈസ് ടു ബി, ദാറ്റ് വിൽ ബി 0.8. ഇത്രയും ക്രേറ്റ്സ് പെർ ഹവർ ആട്ടോ. ഞാൻ എല്ലാം കൂടെ അങ്ങനെ എഴുതില്ല, അത് നിങ്ങൾ യൂണിറ്റ്സ് എഴുതണം, ക്രേറ്റ്സ് പെർ ലേബർ ഹവർ. സോ ഇതാണ് ഫസ്റ്റിൻ്റെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക, പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് 240 പകരം എന്തായി മാറി? 260 ആയിട്ട് മാറി. ഓക്കെ, ഇനി എത്ര ലോഗ് യൂസ് ചെയ്യുന്നുണ്ട്? 100 ലോഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ലോഗിനും 3 മണിക്കൂർ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ ടൈം. പക്ഷേ
ടോട്ടൽ ടൈം ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് കേസിൽ അയാൾ ഒരു 8 മണി ലേബർ ഹവറും കൂടെ എക്സ്ട്രാ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് +8 എന്നും കൂടെ ഡിനോമിനേറ്റർ വരണം. കാരണം ഇത് ലോഗ് ഇൻറ്റു ഹവേഴ്സ് പെർ ലോഗാണ്. അപ്പോൾ ഇത് ലേബർ ഹവേഴ്സിൽ കിട്ടും. സോ ദിസ് ലേബർ ഹവർ പ്ലസ് ദിസ് ലേബർ ഹവർ ആണ് ടോട്ടൽ ലേബർ ഹവർ ഡിനോമിനേറ്റർ. അതാണല്ലോ ഇൻപുട്ട് മൊത്തം വരിക. സോ ഐ ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വൽ ടു 260 ഡിവൈഡഡ് ബൈ 308. അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ദ വാല്യൂ ഈസ് ഫൗണ്ട് ടു ബി 0.844. ദാറ്റ് മച്ച് ക്രേറ്റ്സ് പെർ ലേബർ ഹവർ. ഓക്കെ, സോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഇഫ് ദ ബയർ ഈസ് ഹയർഡ്? ആ പ്രൊഫഷണൽ ആളിനെ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രൊഡക്ടിവിറ്റിയിലെ ഇമ്പാക്റ്റ്? പ്രൊഡക്ടിവിറ്റി കൂടുകയാണ്. പ്രൊഡക്ടിവിറ്റീൻ്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ യു ക്യാൻ സേ ഇറ്റ് ഈസ് 0.844 ക്രേറ്റ്സ് പെർ ലേബർ ഹവർ ആണ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഈസ് ദ പ്രൊഡക്ടിവിറ്റി ഈസ് ഇൻക്രീസിങ്. ഇനി രണ്ടാമത് അവർ ചോദിച്ചത് വാട്ട് ഈസ് ദ ഗ്രോത്ത് ഇൻ പ്രൊഡക്ടിവിറ്റി? അപ്പോൾ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായി, അതായത് അതിൻ്റെ ഇൻക്രീസ് ആണോ ഡിക്രിമെൻ്റ് ആണോ എന്ന് നമ്മൾ പേഴ്സൻറ്റേജ് ടേംസിൽ കാണിക്കണം. അപ്പോൾ ഇവിടെ 0.8 ആയിരുന്നു, ഇവിടെ എത്രയായി? 0.844 ക്രേറ്റ്സ് ഉണ്ടാക്കി പെർ ലേബർ ഹവർ അല്ലേ? സോ അത് എന്താണ്? പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തേക്കാണ്. അപ്പോൾ ഇൻക്രിമെൻറ്റിൻ്റെ പേഴ്സൻറ്റേജ്, ഇൻക്രിമെൻ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ പേഴ്സൻറ്റേജ് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 0.844 മൈനസ് ഇനീഷ്യൽ ഏതാ? 0.8 ആണ്. 0.8 ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കേസ് എത്രയാണ്? 0.8. നമ്മൾ പേഴ്സൻറ്റേജിൽ കാണൽ നിങ്ങൾക്ക് അറിയാലോ, അത് കൂടുതൽ പറയണ്ടല്ലോ. 0.844 മൈനസ് 0.8 ഡിവൈഡഡ് ബൈ 0.8 വാല്യൂ ആൻഡ് ഇൻറ്റു 100. പേഴ്സൻറ്റേജിലാണ്, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ആൻസർ ഈസ് 5.5% ഈസ് ദ ഇൻക്രിമെൻറ്റ്. അപ്പോൾ ആ പുതിയ ആ പ്രൊഫഷണൽ ആളെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ, നമ്മൾ ഹയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റിയിൽ എത്ര ഇൻക്രിമെൻ്റ് ഉണ്ടാവും? 5.5% ഇൻക്രിമെൻ്റ് ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ വിത്ത് ദി സെക്കൻഡ് പ്രോബ്ലം. Here is our third problem. Bluegill Furniture is a small furniture shop that focuses on making chairs. The weekly dollar value of its output, including finished goods and work in progress, is rupees 14,280. The value of inputs such as labor, materials and capital is approximately rupees 16,528. Compute the total productivity measure for Bluegill Furniture. Bluegill has just purchased a new sanding machine that processes 17 chairs in 8 hours. What is the productivity of the sanding machine? Bluegill has hired 2 new workers to paint chairs. They have painted 10 chairs in 4 hours. What is their labor productivity? Bluegill produces 35 chairs per day. Labor cost average rupees 480. Material cost are typically rupees 200 and overhead cost is rupees 250. If Bluegill sells the chairs to a retailer for rupees 70 each, determine the multi-factor productivity. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആൻസർ കാണണം. അപ്പോൾ അതിൽ ഒന്നാമത് അവർ ചോദിച്ചിട്ടുള്ളത് കമ്പ്യൂട്ട് ദ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി. ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കമ്പ്യൂട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻപുട്ടാണ് അല്ലേ? ടോട്ടൽ ഔട്ട്പുട്ട് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സും അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും ഒക്കെപ്പാടെ ടോട്ടൽ വാല്യൂ ഇറ്റ് ഈസ് ഗിവൺ എസ് rupees 14,280. ഇതാണ് ടോട്ടൽ വാല്യൂ ഔട്ട്പുട്ടിൻ്റെ. ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണെങ്കിലോ, ഇൻപുട്ടും അതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് 16,528 ആണെന്ന്. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ്ലി ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കിട്ടും. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ വാല്യൂ ടു ബി 0.864 ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തത് Bluegill has just purchased a new sanding machine. ഒരു പുതിയ സാൻഡിങ് മെഷീൻ മേടിച്ചു. അതെന്ത് ചെയ്യുന്നു? 17 ചെയേഴ്സ് ഉണ്ടാക്കുന്നു ഇൻ 8 hours.
അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കാണാൻ ചോദിച്ചു. അതായത് പ്രൊഡക്ടിവിറ്റി എന്ന് ഉദ്ദേശം സാൻഡിങ് മെഷീൻ്റെ ഒരു സാൻഡിങ് മെഷീനാണ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി. സാൻഡിങ് മെഷീൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ? 17 ചെയർ. എത്ര മണിക്കൂറിൽ? 8 മണിക്കൂറിൽ. ഇത്രയേ ഉള്ളൂ. 17/8 യു വിൽ ഗെറ്റ് ദാറ്റ് ഈസ് 2.12. ഇതിൻ്റെ യൂണിറ്റ് നോക്കുക, ചെയേഴ്സ് പെർ ഹവർ. ഇത്രയും ചെയേഴ്സ് പെർ ഹവർ. ക്ലിയർ? ഇവിടെ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റിക്ക് യൂണിറ്റ് ഉണ്ടാവില്ല, കാരണം ഇവിടെ റുപ്പീസും ഇവിടെ റുപ്പീസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ പോലെ വാല്യൂ വിത്തൗട്ട് എനി യൂണിറ്റ്സ്. സോ ഇവിടെ ഇത്രയും ചെയേഴ്സാണ് ഒരു ഹവറിൽ ഉണ്ടാക്കുന്നത്. അത് നമ്മളോട് പറഞ്ഞിട്ടില്ല ഇന്ന യൂണിറ്റ് തന്നെ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ഇൻ ദിസ് മാനർ. സോ രണ്ടാമത്തതിൻ്റെ ഉത്തരമായി. ഇനി മൂന്നാമത്തതിൻ്റെ ശ്രദ്ധിക്കണം. മൂന്നാമത്തത് അവർ പറയുന്നത് 2 പണിക്കാരെ അവർ ഹയർ ചെയ്തു, 2 വർക്കേഴ്സിനെ അവർ ഹയർ ചെയ്തു. ഓക്കെ, എന്തിന്? ആ ഉണ്ടാക്കിയ ചെയറിനെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ 2 പേരും കൂടെ മൊത്തം എന്ത് സംഭവിച്ചു വെച്ചാൽ 10 ചെയേഴ്സ് അവർ എന്ത് ചെയ്തു? പെയിൻ്റ് അടിച്ചു. എത്ര സമയം കൊണ്ട്? 4 മണിക്കൂർ കൊണ്ട് അവർ 10 ചെയേഴ്സ് എന്ത് ചെയ്തു? പെയിൻറ് ചെയ്തു. എങ്കിൽ അവരുടെ ലേബർ പ്രൊഡക്ടിവിറ്റി കാണാൻ. ലേബർ പ്രൊഡക്ടിവിറ്റി ശ്രദ്ധിക്കണേ, ഈ സെക്ഷൻ ശ്രദ്ധിക്കണം. ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എത്രയാണ് അവരുടെ ഔട്ട്പുട്ട്? 10 ചെയർ ഉണ്ടാക്കി, അതാണ് അവരുടെ ഔട്ട്പുട്ട്. എത്ര സമയം എടുത്തത്? 4 മണിക്കൂർ അല്ലേ? അപ്പോൾ 10/4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2.25 എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. 4 2s are 8 and it is 2.5. 2.25 അല്ല, 2.5 എന്നാണ് കിട്ടുക അല്ലേ? ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് തെറ്റും. എന്തുകൊണ്ടാണ് തെറ്റുന്നത്? ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്താ? ലേബർ ഹവേഴ്സ് ആണ്. 4 മണിക്കൂർ സമയം കൊണ്ടാണ് അവർ പണി തീർത്തത്. എത്ര? 10 ചെയറിൻ്റെ. അതുകൊണ്ട് 4 മണിക്കൂർ മാത്രമാണോ ലേബർ ഹവറിൻ്റെ ടൈം? അല്ല, കാരണം അവിടെ 2 പണിക്കാരുണ്ട്. 2 ആൾക്കാർ 4 മണിക്കൂർ വെച്ച് പണിയെടുത്താൽ അതിനർത്ഥം മൊത്തം എത്ര മണിക്കൂർ പണിയെടുത്തതിന് തുല്യ? ഒരാൾ 8 മണിക്കൂർ പണിയെടുത്തതിന് തുല്യമാണ് അല്ലേ? അപ്പം ഞാൻ ലേബർ പ്രൊഡക്ടിവിറ്റി കാണുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചെയർസ് ബൈ ടോട്ടൽ ഹവേഴ്സ് കൺസ്യൂംഡ് ആണ്. അപ്പോൾ ഒരാൾ 4 ഹവർ എടുക്കുന്നുണ്ട്. ആ 4 ഹവർ കൊണ്ട് തന്നെ 2 ആൾക്കാരും പണിയെടുക്കുമ്പോൾ 2 ആൾക്കാരുടെ ഹവറും കൂടെ കൺസിഡർ ചെയ്യേണ്ടത് ഞാൻ. അപ്പോൾ ടോട്ടൽ ഹവർ വരെ എത്രയാണ്? 8 ഹവേഴ്സാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 10 ചെയേഴ്സ് ഇൻ 8 ഹവേഴ്സ് എന്നുള്ളത് പോലെയാണ്. ആൻഡ് ഇഫ് ഐ എം ഡൂയിങ് ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.25 ദിസ് മച്ച് ചെയർ പെർ ലേബർ ഹവർ അല്ലെങ്കിൽ പെർ ഹവർ എന്നൊക്കെ ഇടാം. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലേബർ പ്രൊഡക്ടിവിറ്റി ഇവിടെ പലരും ചിലപ്പോൾ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ക്വൈറ്റ് സിമ്പിൾ. എന്താ ചോദിച്ചിട്ടുള്ളത്? മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്. മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി. സോ മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റിയിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത് ഇൻപുട്ടിൽ നിന്ന് അവർ പ്രത്യേകം എടുത്ത് പറയാത്തതുകൊണ്ട് നമ്മൾ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുക. ഔട്ട്പുട്ട് അവർ പറയുന്നത് അവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ കേസിൽ അവർ പറയുന്നുണ്ട് ഒരു ദിവസം അവർ 35 ചെയറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അവർ സെല്ല് ചെയ്യുന്നത് ഓരോ ചെയറിനും 75 രൂപ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും റുപ്പീസാണ് പെർ ചെയർ. 35 ചെയേഴ്സ് ആണ് ആൻഡ് ദിസ് മച്ച് റുപ്പീസ് പെർ ചെയർ. അപ്പോൾ ഇവിടുത്തെ ചെയറും താഴെയുള്ള പെർ ചെയറും ക്യാൻസൽ ചെയ്താൽ ടോട്ടൽ ന്യൂമറേറ്ററിൽ എനിക്ക് ടോട്ടൽ പൈസ കിട്ടും. എത്ര പൈസയാണ് വന്നിട്ടുള്ളത് ഡിവൈഡഡ് ബൈ, ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് അല്ലേ? ഡിവൈഡ് ബൈ എൻ്റെ ഇൻപുട്ട്. എന്തൊക്കെയാണ് എൻ്റെ ഇൻപുട്ടായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ലേബർ കോസ്റ്റ് പറഞ്ഞു. എത്രയാണ്? 480 റുപ്പീസാണ്. പ്ലസ് അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താ? മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അത് എത്രയാണ്? 200 റുപ്പീസാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്നും പറഞ്ഞിട്ടുള്ളത്. പ്ലസ് ഓവർ ഹെഡായിട്ട് മറ്റുള്ള കോസ്റ്റുകളായിട്ട് ഓവർ ഹെഡായിട്ട് 250 രൂപയും കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ ഇൻപുട്ട്. സോ മുകളിലത്തെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 35C ഇൻറ്റു ദിസ് മച്ച് റുപ്പീസ് പെർ സി. അപ്പോൾ ആ സിയും ക്യാൻസൽ ചെയ്താൽ അവസാനം യൂണിറ്റ് റുപ്പീസിലായിട്ട് മാറും കേട്ടോ. അപ്പോൾ അത് കൺഫ്യൂസ് ആവരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. ഒരു ചെയർ വിൽക്കുന്നത് 75 രൂപയ്ക്കാണ്. അപ്പോൾ 35 ചെയർ വിൽക്കാൻ ടോട്ടൽ എത്ര പൈസ കിട്ടും? 35 × 75 അല്ലേ? ഡിവൈഡഡ് ബൈ ഇഫ് യു ആർ ആഡിങ് ദീസ് ടു ആൻഡ് ഇഫ് യു ആർ ഡിവൈഡിങ് ഇറ്റ് യു ക്യാൻ സീ ദാറ്റ് ദ മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ഈസ് ഫൗണ്ട് ടു ബി 2.63.
is the answer. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിൻ്റെയും ആൻസർ എന്ത് ചെയ്തു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നൗ we will move on to the last problem for today's class. Student tuition at ABC University is $100 per semester credit hour. The education department supplements the university revenue by matching student tuition dollars per dollars. Average class size for typical 3 credit course is 50 students. Labor costs are $4,000 per class. Material costs are $20 per student and overhead costs are $25,000 per class. Determine the total factor productivity. If instructors deliver lecture 14 hours per week and the semester lasts for 16 weeks, what is the labor productivity? നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഡോളേഴ്സ് എന്ന് പറയുന്നിടത്തൊക്കെ ഞാൻ റുപ്പീസ് ആയിട്ട് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് മച്ച് മോർ കംഫർട്ടബിൾ. അതിനിപ്പോൾ ഡോളറായി എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. സോ ദാറ്റ് നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ, ഒരു ക്ലാരിറ്റി കിട്ടും റുപ്പീസ് ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആദ്യം വളരെ കൃത്യമായിട്ട് നല്ല വൃത്തിക്ക് മനസ്സിലാക്കണം. ആൻഡ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുള്ളത് തന്നെ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ആ ചോദ്യം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിട്ടുള്ളത്. സോ ഇവിടെ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റ് ട്യൂഷൻ ചെയ്യുന്നു അറ്റ് സം യൂണിവേഴ്സിറ്റി ആൻഡ് യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് വരുന്ന ചാർജ്, ട്യൂഷൻ ഫീസിൻ്റെ ചാർജ് എത്രയാണ്? ആ യൂണിവേഴ്സിറ്റി ഒരു കുട്ടീൻ്റെ അടുത്ത് കിട്ടുക 100 രൂപയാണ്. ഡോളേഴ്സാണ്, ഞാൻ റുപ്പീസിലാണ് പറയുന്നത്. 100 രൂപയാണ് പെർ സെമസ്റ്റർ ക്രെഡിറ്റ് ഹവേഴ്സ്. ഓക്കെ, അപ്പോൾ സംസ്ഥാനം, അതിൻ്റെ ഏത് യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണോ ആ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓരോ അവർ സ്കൂൾക്ക് ഒരു റവന്യൂ കൊടുക്കുന്നുണ്ട്. ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ട്യൂഷൻ ഫീസ് എന്താണോ, എത്ര രൂപയാണോ അത്ര തന്നെ രൂപ അവരും സ്റ്റേറ്റും കൊടുക്കുന്നുണ്ട്. എത്ര? യൂണിവേഴ്സിറ്റിക്ക് 100 രൂപ. സോ ഇൻ ടേൺ ആ യൂണിവേഴ്സിറ്റിക്ക് കിട്ടുന്ന എത്ര രൂപയായി? 200 രൂപയായി അല്ലേ, ഫോർ പെർ ക്രെഡിറ്റ് ഹവർ. എന്നിട്ട് അവർ പറയുന്നത് ഒരു ടിപ്പിക്കൽ ക്ലാസ്സിൻ്റെ സൈസ്, ക്ലാസ്സിലുള്ള സൈസ് എന്ന് പറഞ്ഞാൽ 50 കുട്ടികളാണ് ഉണ്ടാവുക. 50 സ്റ്റുഡൻസ് ഉണ്ടാവും ഒരു ക്ലാസ്സിൽ. ഓക്കെ, പിന്നെ അവർ പറയുന്നത് ലേബർ കോസ്റ്റ് ഉണ്ട്. ലേബർ കോസ്റ്റ് അതൊക്കെ എഴുതിയെടുക്കാൻ വേണമെങ്കിൽ ലേബർ കോസ്റ്റ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് 4000 റുപ്പീസാണ് പെർ ക്ലാസ് വരുന്ന ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതൊക്കെ നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതി. മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു പെർ സ്റ്റുഡൻറ്റ് ₹20 ആണ്. ഓരോ സ്റ്റുഡൻറ്റിനും ₹20 ആണ്. ഈ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം 4000 അവർക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന് 20 രൂപ മെറ്റീരിയൽ കോസ്റ്റായിട്ട് ആ കുട്ടികൾ എന്ത് ചെയ്യണം? പേ ചെയ്യണം. അതുപോലെ ഓവർ ഹെഡ് കോസ്റ്റ്, ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഓവർ ഹെഡ് ആയിട്ടൊരു കോസ്റ്റ്, ഫിക്സഡ് ആയിട്ടൊരു കോസ്റ്റാണ്. ദാറ്റ് ഈസ് 25,000 റുപ്പീസ്. ദാറ്റ് ഈസ് പെർ ക്ലാസ്, ഓരോ ക്ലാസ്സിനും. അങ്ങനെയെങ്കിൽ അവർ ചോദിക്കുന്നത് എന്താ വെച്ചാൽ വാട്ട് ഈസ് ദി മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി കാണാനാണ് ഒന്നാമത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗിവൺ മാറ്റേഴ്സ് ഇതാണ്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം. ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി. മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻപുട്ട്. ഇതാണല്ലോ മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് എത്ര പൈസയാണ് ടോട്ടലി ഒരു ബഞ്ച് ക്ലാസ്, ഒരു ഫുൾ സ്ട്രെങ്ത്തിലുള്ള ഒരു ക്ലാസ് നടന്നു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിക്ക് എത്ര എമൗണ്ട് പൈസ കിട്ടും, അതാണ് ഔട്ട്പുട്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതാണല്ലോ അവർക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻപുട്ട് എന്ന് പറയുന്നത് അവർ എത്ര രൂപ അതിന് വേണ്ടിയിട്ട് ചിലവാക്കണം, ഒരു ക്ലാസ് നടക്കാനുള്ള എത്ര രൂപ അവർ ചിലവാക്കണം എന്നതാണ് ടോട്ടൽ ഇൻപുട്ട്. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ എനിക്ക് മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി കിട്ടും. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യാം, വി വിൽ ഫൈൻഡ് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞു എത്രയാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ, 50 സ്റ്റുഡൻസ് ഉണ്ട്. 50 സ്റ്റുഡൻസ് ഉണ്ട് ഇൻ വൺ ക്ലാസ് ആണല്ലോ.
ഇനി എത്ര ക്രെഡിറ്റ് ഹവർ ആണ് അവർക്ക് അതിൽ പറഞ്ഞിട്ടുള്ളത്? അവർക്ക് പറഞ്ഞിട്ടുള്ളത് 3 ക്രെഡിറ്റ് ഹവറിൻ്റെ കോഴ്സാണെന്ന് പറഞ്ഞു. സോ ഓരോ പെർ സ്റ്റുഡൻ്റ് ആണ് 3 ക്രെഡിറ്റ് ഹവേഴ്സ്. സോ ഇപ്പോൾ 3 ക്രെഡിറ്റ് ഹവേഴ്സ് പെർ സ്റ്റുഡൻറ്റ്. ഓരോ സ്റ്റുഡൻറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്? 3 ക്രെഡിറ്റ് ഹവർ കിട്ടുന്നുണ്ട്. ഇൻറ്റു അവർക്ക് കിട്ടുന്ന പൈസ എത്രയാണ്? 100 ഈസ് ഫ്രം ദി സ്റ്റുഡൻസ് ആൻഡ് 100 ഫ്രം ദി സ്റ്റേറ്റ് ടോട്ടൽ. ഇതാണ് അവർക്ക് കിട്ടുന്ന എമൗണ്ട് ഫോർ പെർ 1 ക്രെഡിറ്റ് ഹവർ. ഓരോ ക്രെഡിറ്റ് ഹവറിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഇത്രയും എമൗണ്ട് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഈ ക്രെഡിറ്റ് ഹവർ ഇവിടെ ക്യാൻസൽ ആവും, സ്റ്റുഡൻറ്റ് ഇവിടെ ക്യാൻസൽ ആവും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് പെർ ക്ലാസ് കിട്ടും. ഓക്കെ, ഒരു കുട്ടിയിൽ നിന്ന് 200 രൂപ കിട്ടുന്നുണ്ട് യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ എത്ര കുട്ടികളുണ്ട്? അങ്ങനെ 50 കുട്ടികളുണ്ട്. അങ്ങനെ എത്ര ക്രെഡിറ്റ് ഹവേഴ്സാണുള്ളത്? 3 ക്രെഡിറ്റ് ഹവേഴ്സാണ് മൊത്തത്തിലുള്ളത്. കാരണം പെർ ക്രെഡിറ്റ് ഹവറിനാണ് ഇത്ര രൂപ കിട്ടുന്നത്. അപ്പോൾ 3 ക്രെഡിറ്റ് ഹവർ ഉണ്ടെങ്കിൽ അത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അപ്പോൾ നമുക്ക് വാല്യൂ നോക്കാം. ദിസ് ഈസ് 50 × 3 × 200 അല്ലേ? 200 ചെയ്താൽ യു ക്യാൻ സീ ദ റുപ്പീസ് ഈസ് 30,000. 30,000 രൂപ പെർ ക്ലാസ്. ഓരോ ക്ലാസ്സിലും 30,000 രൂപ വെച്ചിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഔട്ട്പുട്ട്. ഇനി ഇൻപുട്ട്. അവർക്ക് ചിലവാകുന്ന പൈസ എന്തൊക്കെയാണ്? ലേബർ ചിലവാണ്. ലേബർ കോസ്റ്റ് പറഞ്ഞു 4,000 രൂപയാണെന്ന് പറഞ്ഞു. പിന്നെയോ ഓരോ കുട്ടിക്കും അവർ മെറ്റീരിയൽ കൊടുക്കണം 20 രൂപ വെച്ചിട്ട്. അങ്ങനെ എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികൾ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായി? 50 × 20. ഓവർ ഹെഡ് കോസ്റ്റ് എന്താണ്? അത് ഫിക്സഡ് ആണ് ഫോർ ദാറ്റ് ക്ലാസ്, ദാറ്റ് ഈസ് 25,000. അപ്പോൾ നമുക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് ഉണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, പിന്നെ ഓവർ ഹെഡ് കോസ്റ്റ് ഉണ്ട് അല്ലേ? ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 4,000 രൂപയാണ് പെർ ക്ലാസ്. മെറ്റീരിയൽ കോസ്റ്റ് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് 20 രൂപ ചിലവാകുന്നുണ്ട്. അങ്ങനെ എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികളുണ്ട്. പ്ലസ് ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 25,000 റുപ്പീസാണ്. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദി എമൗണ്ട് ഈസ് ഫൗണ്ട് ടു ബി ₹30,000 പെർ ക്ലാസ്. അപ്പോൾ ഇൻപുട്ടും കിട്ടി, ഔട്ട്പുട്ടും കിട്ടി. ഔട്ട്പുട്ട് 30,000 തന്നെയാണ്, ഇൻപുട്ട് എന്താണ്? 30,000 തന്നെയാണ്. സോ ഐ ക്യാൻ സേ ദ മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 30,000, ടോട്ടൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ 30,000. സോ മൈ മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി എത്രയെന്ന് വെച്ചാൽ ദ വാല്യൂ ഈസ് 1. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് അവർ ചോദിച്ചത് ഇൻസ്ട്രക്ടർ 16 വീക്കിൽ അവർ വർക്ക് ചെയ്യുന്നു ആൻഡ് ഓരോ വീക്കിലെയും ചാർജും കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് പെർ വീക്ക് 14 ഹവേഴ്സാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് അവരുടെ ലേബർ പ്രൊഡക്ടിവിറ്റി? ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് ബൈ ലേബറിൻ്റെ മാത്രം ഇൻപുട്ടാണ് വേണ്ടത്. അപ്പോൾ ലേബറിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ലേബേഴ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അവരെത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളതാണ് അവരുടെ ഇൻപുട്ട്. അപ്പോൾ എത്രയാണ്? 14 ഹവേഴ്സാണ് പെർ വീക്ക്. അങ്ങനെ എത്ര വീക്ക് ഉണ്ട്? 16 വീക്കാണ് ഓരോ ക്ലാസ്സിനുള്ളത്. സോ വീക്കും ക്യാൻസൽ ചെയ്താൽ ദിസ് മച്ച് ഹവേഴ്സ് പെർ ക്ലാസ്. സോ 14 × 16 ദാറ്റ് ഈസ് 224 ഹവേഴ്സാണ് ഓരോ ക്ലാസ്സിനും എന്ത് ചെയ്യുന്നത്? ചിലവാകുന്നത്. ഇത്രയും ലേബർ ഹവേഴ്സ്, ഇത്രയും ഹവേഴ്സ് ടീച്ചേഴ്സ് എൻഗേജ് ചെയ്യണം ഒരു ക്ലാസ്സിന് 224. അപ്പോൾ ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് കിട്ടുന്നത്? 30,000 രൂപയാണ് കിട്ടുന്നത് അല്ലേ? അതിൽ ഇൻപുട്ട് എത്ര ഹവേഴ്സാണ്? 224 ഹവേഴ്സാണ്. സോ 30,000 rupees per 224, it means each staff will get ₹133.93 per hour. അപ്പോൾ ഓരോ മണിക്കൂർ, ദിസ് ഈസ് ഹവേഴ്സ് ആൻഡ് ദിസ് ഇൻ റുപ്പീസ്. സോ ഓരോ ഹവറിനും കൊടുക്കാവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 133.93 രൂപയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ലേബർ പ്രൊഡക്ടിവിറ്റി ആയിട്ട് പറയാം. സോ നമ്മളോട് ലേബർ പ്രൊഡക്ടിവിറ്റി റേഷ്യോ ചോദിച്ചു, അത് നമ്മൾ കണ്ടു. അതുപോലെ മൾട്ടി ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ചോദിച്ചു, അതും നമ്മൾ കണ്ടു. സോ വെരി സിമ്പിൾ പ്രോബ്ലംസ് ആണ്, ഡയറക്റ്റ് ആണ്. പക്ഷെ ശ്രദ്ധിക്കണം, നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കാര്യങ്ങൾ എടുക്കുമ്പോൾ ആ മാറ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ചും കൂടെ അധികം പ്രോബ്ലംസ് നിങ്ങൾ സ്വയം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഇതിൽ കോൺഫിഡൻ്റ് ആവുള്ളൂ. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദി പ്രോബ്ലമാറ്റിക് സെക്ഷൻസ് ഫ്രം productivity, and thanks for watching this video. Thank you.